മുഖ്യമന്ത്രിക്കെതിരെ NSSന്റെ പ്രതിഷേധം തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായാണ് പ്രകടനം നടത്തുക. പ്രശാന്ത് കൃഷ്ണയാണ് പ്രകടനമായുള്ളത്. പ്രശാന്ത്, എപ്പോഴാണ് NSSന്റെ ഈ പ്രതിഷേധ പരിപാടി? രതീഷ്, NSS വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധമെന്നല്ല, മറിച്ച് NSS ജനറൽ സെക്രട്ടറിക്കുള്ള ഐക്യദാർഢ്യവുമായാണ് ഇന്ന് തിരുവനന്തപുരം NSS താലൂക്ക് യൂണിയൻ ഈ ഐക്യദാർഢ്യ മാർച്ച് നടത്തുന്നത്. വൈകിട്ട് 5 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്കാണ് ഈ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. താലൂക്ക് യൂണിയന്റെയും അതുപോലെ തന്നെ NSS ഡയറക്ടർ ബോർഡിലെയും പ്രധാനപ്പെട്ട പ്രതിനിധികൾ ഇന്നത്തെ ഈ മാർച്ചിൽ പങ്കെടുക്കും. പ്രധാനമായും മുഖ്യമന്ത്രിയും NSS ജനറൽ സെക്രട്ടറിയുമായി ഉണ്ടായ വിഷയം, അതായത് NSS ജനറൽ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുത്തില്ല എന്ന വിഷയം, ഇതിനൊപ്പം തന്നെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് NSSുമായുള്ള വിഷയങ്ങൾ, സുരേഷ് ഗോപി ഉന്നയിച്ച വിമർശനം, ഉപരാഷ്ട്രപതി ഉന്നയിച്ച വിമർശനം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ NSS ജനറൽ സെക്രട്ടറിയെ വേട്ടയാടുന്നു, NSS ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യം സമുദായം പ്രകടിപ്പിക്കേണ്ട സമയമാണ് എന്നത് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ വൈകിട്ട് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, സുരേഷ് ഗോപിയുടെ പ്രസ്താവന അടക്കം, ഉപരാഷ്ട്രപതിയുടെ പരാമർശം അടക്കം അവയിൽ കൂടിയുള്ള പ്രതിഷേധമായി കാണേണ്ടി വരും, അല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, ഇത് ഉപരാഷ്ട്രപതി, അതുപോലെ തന്നെ സുരേഷ് ഗോപി എന്നിവർ ഈ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉയർത്തിയ വിമർശനം, അതിൻ്റെ പേരിൽ NSS ജനറൽ സെക്രട്ടറിക്ക് നേരെ നടക്കുന്ന പൊതുവായി സമൂഹത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയമായി എല്ലാം ഉയർന്ന വിമർശനങ്ങൾ, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് NSS ഇന്നിപ്പോൾ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ ഈ മാർച്ച് നടത്തുന്നത്. ഇത് ജനറൽ സെക്രട്ടറിക്കുള്ള ഐക്യദാർഢ്യ മാർച്ചായാണ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടേറിയറ്റിലേക്ക് വൈകിട്ട് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. NSS ജനറൽ സെക്രട്ടറിക്കെതിരായ പരാമർശങ്ങൾ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാർച്ച് എന്നതാണ് NSS നേതൃത്വം വ്യക്തമാക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയായും പ്രതിഷേധം മാറുന്നു സ്വാഭാവികമായും. അതിനൊപ്പം തന്നെ സുരേഷ് ഗോപിക്കെതിരെയും ആ പ്രതിഷേധം മാറുകയാണ്. അതിനൊപ്പം ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.